ഡിലൻ്റെ നൊബേൽ അക്സെപ്റ്റൻസ് സ്പീച്ചാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. സോ ബോബ് ഡിലൻ ആരാണെന്ന് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയണം. റോബർട്ട് അലൻ സിമ്മർമാൻ എന്നാണ് ബോബ് ഡിലൻ്റെ യഥാർത്ഥ പേര്. അദ്ദേഹം USA ജനിച്ചത്. മിനസോട്ട എന്നുള്ള സ്ഥലത്താണ് അദ്ദേഹം വളർന്നത്. ഫോക്ക് മ്യൂസിക്കിലും പിന്നെ കൺട്രി മ്യൂസിക്കിലും റോക്ക് മ്യൂസിക്കിലും ഒക്കെ ആയിരുന്നു വളരെ ഇൻട്രസ്റ്റഡ് ആയിരുന്നു അദ്ദേഹം. ആൻഡ് ഡിലൻ തോമസ് എന്നുള്ള ഒരു വെൽഷ് പോയറ്റ് ഉണ്ടായിരുന്നു. സോ ആ പേര് അല്ലെങ്കിൽ അദ്ദേഹത്തെ ആ പോയറ്റിൽ നിന്നുള്ള ഇൻസ്പിറേഷനിൽ നിന്നാണ് അദ്ദേഹം ബോബ് ഡിലൻ എന്നുള്ള പേരിലോട്ട് ചേഞ്ച് ചെയ്തത് അദ്ദേഹത്തിൻ്റെ നെയിം. ഓക്കെ, അപ്പോൾ കരിയറിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിംഗർ സോങ് റൈറ്ററാണ് 20th and 21st സെഞ്ച്വറിയിലെ. ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ളൊരു പാട്ടുകാരനായിരുന്നു. പോപ്പുലർ മ്യൂസിക്കിനെ റെവല്യൂഷനൈസ് ചെയ്ത ഒരു പാട്ടുകാരനായിരുന്നു ഇദ്ദേഹം. ഓക്കെ, അമേരിക്കൻ സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ പാട്ടുകൾ വളരെയധികം റെവല്യൂഷണറി ആയിട്ട് മാറി. ആൻഡ് 2016 ഇദ്ദേഹത്തിനാണ് ഫസ്റ്റ് സോങ് റൈറ്റർ ടു ബി അവാർഡഡ് നൊബേൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. നൊബേൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ ബുക്സ്, നോൺ ഫിക്ഷൻ, ഫിക്ഷൻ ബുക്സ് അങ്ങനത്തുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മളെപ്പോഴും നൊബേൽ പ്രൈസ് കൊടുക്കുന്നത് ലിറ്ററേച്ചറിൽ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇദ്ദേഹത്തിനെയാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് ഒരു സോങ് റൈറ്ററിന് എന്ത് കിട്ടുന്നത്, നൊബേൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ എന്നുള്ള ടൈറ്റിൽ കിട്ടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അമേരിക്കൻ സോങ് ട്രഡീഷനിൽ ഇദ്ദേഹം പുതിയ പോയറ്റിക് എക്സ്പ്രഷൻസ് കൊണ്ടുവരാൻ സാധിച്ചു. അങ്ങനെ 2016 ഇദ്ദേഹത്തിന് എന്ത് കിട്ടി, നൊബേൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ കിട്ടി. പിന്നെ ഇദ്ദേഹത്തിൻ്റെ മേജർ ആൽബംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ടൈം ഔട്ട് ഓഫ് മൈൻഡ്, ഹൈവേ 61 റീവിസിറ്റഡ്, ദ ഫ്രീ വീലിംഗ് ബോബ് ഡിലൻ, ഇതൊക്കെയാണ്. ഫേമസ് സോങ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ലൈക്ക് എ റോളിംഗ് സ്റ്റോൺ, നോക്കിംഗ് ഓൺ ഹെവൻസ് ഡോർ, ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയപ്പോൾ ഉള്ള ഇദ്ദേഹത്തിൻ്റെ സ്പീച്ച്, നൊബേൽ പ്രൈസ് അക്സെപ്റ്റൻസ് സ്പീച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. 2016 ഇദ്ദേഹത്തിന് അവാർഡ് ചെയ്ത നൊബേൽ പ്രൈസ്. പക്ഷേ അദ്ദേഹം നൊബേൽ പ്രൈസ് സെറമണി അറ്റൻഡ് ചെയ്തില്ല. അദ്ദേഹത്തിൻ്റെ അക്സെപ്റ്റൻസ് സ്പീച്ച് റെക്കോർഡ് ചെയ്ത് 2017 സബ്മിറ്റ് ചെയ്തു. അപ്പോൾ ഈ സ്പീച്ചിനകത്ത് അദ്ദേഹത്തിന് എങ്ങനെ നൊബേൽ പ്രൈസ് കിട്ടിയെന്നുള്ള ആ ഒരു ഇതും ലിറ്ററേച്ചറിലൂടെ എങ്ങനെയാണ് ഇദ്ദേഹം സോങ് റൈറ്റിങ് ഷേപ്പ് ചെയ്തതെന്നുള്ളതും വൈ സോങ്സിനെയും ലിറ്ററേച്ചറായിട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യം എന്താണെന്നും ഒക്കെയാണ് അദ്ദേഹം ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ നൊബേൽ അക്സെപ്റ്റൻസ് സ്പീച്ച് എന്ന് പറയുന്നപ്പം ബോബ് ഡിലൻ എന്താണ് നൊബേൽ പ്രൈസ് ലിറ്ററേച്ചറിൽ മേടിക്കാനായിട്ട് അവിടെ ഫിസിക്കലി ഹാജരായില്ല. സോ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ച് റെക്കോർഡ് ചെയ്ത് അവിടെ സബ്മിറ്റ് ചെയ്തു 2017. അപ്പോൾ 3 ബുക്സിനെ കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൽ പറഞ്ഞിരിക്കുന്നത്. മോബി ഡിക്ക് എന്നുള്ള ബുക്ക്, ഓൾ ക്വൈറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട്, ദ ഒഡിസി. സോ അദ്ദേഹത്തിൻ്റെ സെൻട്രൽ മെസ്സേജ് ഇതാണ്. ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ആർട്ടിലുള്ള അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ആർട്ടിസ്റ്റുകളെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. മ്യൂസിക് ആണെങ്കിലും സോങ്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാത്തിലും സ്റ്റോറീസും ഇമോഷൻസും യൂണിവേഴ്സൽ ട്രൂത്തുമാണ് ഉള്ളത്. ബുക്സ് എങ്ങനെയാണോ സ്റ്റോറീസും ഇമോഷൻസും യൂണിവേഴ്സൽ ട്രൂത്ത്സും ക്യാരി ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് മ്യൂസിക്കിലും ഉള്ളത് അല്ലെങ്കിൽ സോങ്സിലും ഉള്ളത്. അപ്പോൾ ഡിലൻ എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൊബേൽ പ്രൈസ് കിട്ടിയതിൽ ആദ്യമേ ഒരു സർപ്രൈസ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് അദ്ദേഹം എക്സ്പ്രസ് ചെയ്യുന്നു. ആൻഡ് അദ്ദേഹം പറയുന്നത് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സോങ്സിന് ഇത്രയും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ലിറ്റററി ഓണർ അല്ലെങ്കിൽ അവാർഡ് കിട്ടുന്നെന്ന് അദ്ദേഹം ഒരിക്കലും വിചാരിച്ചില്ല, എക്സ്പെക്റ്റ് ചെയ്തില്ല. ആൻഡ് അദ്ദേഹം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്, എങ്ങനെയാണ് എൻ്റെ സോങ്സ് ലിറ്ററേച്ചറുമായിട്ട് റിലേറ്റഡ് ആവുന്നത്. ആൻഡ് ഹി എക്സ്പ്ലെയിൻസ് ദാറ്റ് കോൺഷ്യസ് ആയിട്ട് ഒരു പാട്ടും ഇദ്ദേഹം ലിറ്ററേച്ചർ ക്രിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ലിറ്റററി ആയിട്ട് ഒരു പാട്ടും ഇദ്ദേഹം കോൺഷ്യസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അദ്ദേഹം പാട്ടുകൾ എഴുതിയത് പെർഫോമൻസിന് വേണ്ടിയും പാടാനും വേണ്ടിയാണ്. പക്ഷേ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ എങ്ങനെയോ ഇദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ ആ ഒരു ലിറ്റററി വാല്യൂ ഫിൽഡ് ആവാൻ തുടങ്ങി. ആൻഡ് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന് ലിറ്ററേച്ചറിനോടുള്ള താല്പര്യം വളരെ ഏർലി സ്റ്റേജിൽ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ബുക്സ് ഇദ്ദേഹത്തിന് ഇമാജിനേഷനെ ഇൻഫ്ലുവൻസ് ചെയ്തു. ആ ബുക്സ് തന്നെയാണ് പിന്നീട് ഇദ്ദേഹത്തിനെ പാട്ടുകൾ എഴുതാൻ, സോങ്സ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്പീച്ചിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിലൻ തോമസ് ഹെർമൻ മെൽവില്ലിൻ്റെ മോബി ഡിക്ക് എന്നുള്ള ബുക്കിനെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്ത ബുക്കുകളിൽ ഒരെണ്ണമാണ് മോബി ഡിക്ക്, റിട്ടൺ ബൈ ഹെർമൻ മെൽവിൽ. അതായത് ഈ നോവലിനകത്ത് ഒബ്സഷനെ കുറിച്ച്, റിവെഞ്ചിനെ കുറിച്ച്, ഗുഡ് ഈവിലും തമ്മിലുള്ള ഡിഫറൻസ്, ഹ്യൂമൻ അംബീഷൻ, ഫേറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഇതിനകത്ത് 2 ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒരു ക്യാരക്ടറാണ് ക്യാപ്റ്റൻ അഹാബ് വൈറ്റ് വെയിൽ വെള്ളത്തിമിംഗലത്തിൻ്റെ പുറകെ പോകുന്നതും
അതിൻ്റെ ആ ഒരു ഒബ്സഷനുമാണ് ഈ സ്റ്റോറിക്കകത്ത്, ഈ ഒരു നോവലിനകത്ത് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ക്യാപ്റ്റൻ അഹാബ് വൈറ്റ് വെയിലിനെ എങ്ങനെയെങ്കിലും പിടിച്ചേ അടങ്ങൂ എന്നുള്ളൊരു ഒബ്സസീവായിട്ടുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ റിവെഞ്ചും ആ ഒരു ഹ്യൂമൻ അംബീഷനും ഒക്കെയാണ് ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്. സോ എങ്ങനെയാണോ ഹ്യൂമൻ ബീയിങ്സ് അവരുടെ ലൈഫിൽ ഒരു മീനിങ് സെർച്ച് ചെയ്ത് പോകുന്നത്, അതുപോലെയാണ് ക്യാപ്റ്റൻ അഹാബും വൈറ്റ് വെയിലും തമ്മിലുള്ള ഈ ഒരു ഒബ്സഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ നോവലിലൂടെയാണ് അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിനെ പഠിപ്പിച്ചത്, എന്ത് കാര്യം പഠിപ്പിച്ചത്, യൂണിവേഴ്സൽ ആയിട്ടുള്ള ഹ്യൂമൻ സ്ട്രഗിൾസിനെ സ്റ്റോറി ടെല്ലിങ്ങിലൂടെ സിംബോളിക്കായിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. ഇനി അടുത്ത സെക്ഷൻ സ്പീച്ച്, അതായത് സ്പീച്ചിലെ സെക്ഷനകത്ത് പറയുന്നത് വെച്ചാൽ ഓൾ ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രോണ്ട് എന്നുള്ള നോവലിനകത്ത് വാറിനെ കുറിച്ചാണ് പറയുന്നത്, യുദ്ധത്തിനെ കുറിച്ചാണ് പറയുന്നത്. വളരെ റിയലിസ്റ്റിക് ആയിട്ട് പോർട്രേ ചെയ്തേക്കുവാണ്. ഫിയർ, ലോസ്, ഡെത്ത്, ട്രോമ, വയലൻസിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അല്ലാതെ ആ വാറിനെ റൊമാൻറ്റിസൈസ് ചെയ്തൊന്നും അല്ല പറയുന്നത്. സോ ഈ ഒരു ബുക്കും ഡിലനെ ഇൻഫ്ലുവൻസ് ചെയ്തു. ഈ ഒരു ബുക്ക് എങ്ങനെയാണ് ഡിലനെ ഇൻഫ്ലുവൻസ് ചെയ്തത്? വാർ എന്ന് പറയുമ്പോൾ ഹ്യൂമൻ സഫറിംഗ് ആണുള്ളത്. സോ ഈ ഹ്യൂമൻ സഫറിങ് അദ്ദേഹത്തിന്, അതായത് ഈ യുദ്ധം നടക്കുന്ന സമയത്ത് ആളുകൾ പല രീതിയിൽ സഫർ ചെയ്യുന്നുണ്ട്. മേ ബി ഇറ്റ് ഇസ്, അതായത് ഇറ്റ് മേ ബി വിമൻ, ഇറ്റ് മേ ബി ചിൽഡ്രൻ, ഇറ്റ് മേ ബി അഡൾട്ട്സ്, അല്ലെങ്കിൽ മെൻ ആവട്ടെ, ഏത് കാറ്റഗറി ഓഫ് ഹ്യൂമൻ ബീങ്സും ആയിക്കോട്ടെ, അതിനകത്ത് ഫുൾ സഫറിംഗ് ആണ് വരുന്നത്. സോ അദ്ദേഹത്തിന് ഈ ബുക്ക് ആൻറ്റി വാർ സോങ്സ് എഴുതാൻ പ്രേരിപ്പിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ ലിറ്ററേച്ചറിലൂടെ നമുക്കൊരു എമ്പതി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം ഇവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ബുക്ക് ഇദ്ദേഹത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ദ ഒഡിസിയാണ്. ഒരു ഇൻഡിവിജ്വലിൻ്റെ ലൈഫ് ലോങ് ജേർണിയെക്കുറിച്ചാണ് ഒഡിസിക്കകത്ത് സംസാരിക്കുന്നത്. അതായത് ഒഡീസിയസ് എന്നുള്ള ക്യാരക്ടറിൻ്റെ ഒരു ലൈഫ് ലോങ് ജേർണി, അദ്ദേഹം എന്തൊക്കെയാണ് ആ ജേർണിയിൽ ട്രാവലിൽ ഫേസ് ചെയ്യുന്നത്. മോൺസ്റ്റേഴ്സിനെ കാണുന്നു, ടെംപ്റ്റേഷൻ ഉണ്ടാവുന്നു, ബിട്രയൽ ഉണ്ട്, ഐസൊലേഷൻ ഉണ്ട്, തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോൾ ഹോം കമ്മിങ് ഉണ്ട്. സോ അദ്ദേഹം പറയുന്ന എല്ലാ ആർട്ടിസ്റ്റിൻ്റെ ലൈഫും ഈ ഒഡീസിയസിൻ്റെ ജേർണി പോലെയാണ്. അപ്പോൾ ലൈഫ് എന്ന് പറയുന്നത് തന്നെ ഐഡൻറ്റിറ്റിയെയും ബിലോങ്ങിങ്ങിനും വേണ്ടിയുള്ളൊരു ലോങ് സെർച്ചാണ് ഹ്യൂമൻ ബീങ്സിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഓരോ ഹ്യൂമൻ ബീയിങ്ങും ഓരോ ഒഡിസിയിലാണ്, അല്ലെങ്കിൽ ഓരോ വലിയ ജേർണിയിലാണ്. അപ്പോൾ ഡിലൻ കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ സ്പീച്ച്, സോങ്സ് എന്ന് പറയുന്നത് ചുമ്മാ വായിക്കാൻ വേണ്ടിയുള്ളതല്ല, ഇറ്റ് ഷുഡ് ബി ഹേർഡ്, കേൾക്കണം നമ്മൾ. ഷേക്സ്പിയറിൻ്റെ പ്ലേകളും നാടകങ്ങളും എല്ലാം നമ്മൾ പെർഫോമൻസിലൂടെയാണ് അതിൻ്റെ ഫുള്ളസ്റ്റ് മീനിങ് നമുക്ക് കിട്ടുന്നത്. സോ അതുപോലെ തന്നെയാണ് സോങ്സ് എന്നുമാണ് ഇദ്ദേഹം പറയുന്നത്. ആൻഡ് ലാസ്റ്റ് ഇദ്ദേഹം നൊബേൽ കമ്മിറ്റിയെ താങ്ക് യു പറയുവാണ്. കാരണം സോങ് റൈറ്റിങ്ങും ലിറ്ററേച്ചറിൻ്റെ ഭാഗമാണെന്ന് അക്സെപ്റ്റ് ചെയ്തതിനും ഇദ്ദേഹത്തിൻ്റെ സോങ്സിനെ നൊബേൽ പ്രൈസ് ലിറ്ററേച്ചർ എന്നുള്ള ഒരു തലക്കെട്ടോടു കൂടി അക്സെപ്റ്റ് ചെയ്തതിന് നന്ദിയുണ്ടെന്ന് പറഞ്ഞിട്ടാണിത് നിർത്തുന്നത്. അപ്പോൾ ഇതിനകത്ത് അദ്ദേഹം സംസാരിക്കുന്നത് ലിറ്ററേച്ചറും മ്യൂസിക്കും തമ്മിലുള്ള ആ ഒരു കണക്ഷനെ കുറിച്ചും, എല്ലാ സോങ്ങും ഒരു സ്റ്റോറി പറയുന്നു എന്നുള്ളതും, പിന്നെന്താണ് ഗ്രേറ്റ് ലിറ്ററേച്ചറിന് ആർട്ടിസ്റ്റുകളെ, ഏത് ടൈപ്പ് ഓഫ് ആർട്ടിസ്റ്റുകളാണെങ്കിലും, ഏത് മേഖലയിലുള്ള ആർട്ടിസ്റ്റുകളെ ആണെന്നുണ്ടെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ വളരെ മോഡസ്റ്റായിട്ടും ഹമ്പിളായിട്ടുമാണ് അദ്ദേഹം ഈ ഒരു നൊബേൽ പ്രൈസ് അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്പീച്ചിനകത്ത് ആരെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്? ഷേക്സ്പിയറിനെ കുറിച്ച്, ദ ഒഡിസി എന്നുള്ള ബുക്കിനെ കുറിച്ച്, ഓൾ ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രോണ്ട് എന്നുള്ള ബുക്കിനെ കുറിച്ച്, മോബി ഡിക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇദ്ദേഹത്തിന് തന്നെ യൂത്ത്ഫുൾ എക്സ്പീരിയൻസിനെ കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പേഴ്സണൽ അല്ലെങ്കിൽ തോട്ട്ഫുൾ ആയിട്ടുള്ളൊരു സ്പീച്ചാണ്. വളരെ സിമ്പിൾ, ഡയറക്റ്റ് ആയിട്ടാണ് ഇദ്ദേഹം ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ ഇതൊരു റിഫ്ലക്റ്റീവ് ആയിട്ടുള്ളൊരു സ്പീച്ചാണ്. പേഴ്സണലാണ്, ഫിലോസഫിക്കലാണ്, കോൺവെർസേഷണലാണ്, ലിറ്റററിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പ്രഷൻ ഓഫ് താങ്ക്സ് ആണ് ഈ സ്പീച്ചിനകത്ത് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ലിറ്ററേച്ചറും സോങ് റൈറ്റിങ്ങും തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പിനെ കുറിച്ചും ഇദ്ദേഹം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഫോക്കസ് ചെയ്യുന്നുണ്ട്. സോ നൊബേൽ പ്രൈസ് ലിറ്ററേച്ചർ 2017 ഈ ഒരു അക്സെപ്റ്റൻസ് സ്പീച്ച്. സോങ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ലിറ്റററി ആർട്ടാണെന്ന് പറയുന്നു അദ്ദേഹം. പിന്നെ ലിറ്ററേച്ചറും മ്യൂസിക്കും സ്റ്റോറി ടെല്ലിങ്ങും തമ്മിലുള്ളൊരു ബന്ധത്തിനെ കുറിച്ചും അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്.